പോർക്കളം ആർക്കൊപ്പം? നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശംഖധ്വനി മുഴങ്ങിയതോടെ 140 മണ്ഡലങ്ങളിലെയും പോർക്കളങ്ങൾ ഇത്തവണ ആർക്കൊപ്പം ചിന്തിക്കുമെന്നറിയാൻ കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് കേരളം കണ്ടതെങ്കിൽ ഇത്തവണ BJPയുടെ NDA മുന്നണിയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കരുത്തറിയിക്കും. SIR പ്രകാരം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ശരാശരി 30,000-ഓളം വോട്ടുകൾ ഇത്തവണ ഓരോ മണ്ഡലത്തിലും കുറഞ്ഞിട്ടുണ്ടെന്നാണ് മുന്നണികളെല്ലാം വിലയിരുത്തുന്നത്. അനായാസ വിജയം ആർക്കൊപ്പം എന്ന ചോദ്യത്തിന് ഉറപ്പുള്ള ഒരു ഉത്തരം നൽകാൻ ജനം തയ്യാറാകുന്നില്ല. ആര് ജയിച്ചാലും നമുക്കെന്ത്, ആരേലും ജയിക്കട്ടെ, ആരേലും ഭരിക്കട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരുടെ എണ്ണം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും പങ്കുവയ്ക്കുന്നു. തെരഞ്ഞെടുപ്പ് വിസിൽ മുഴങ്ങാൻ എണ്ണപ്പെട്ട നാളുകൾ അവശേഷിക്കുമ്പോൾ പോർക്കളം ഇത്തവണ ആർക്കൊപ്പം എന്നറിയാൻ A2Z ന്യൂസ് മലയാളം 24 മണ്ഡല പര്യടനം ആരംഭിക്കുകയാണ്. 1957 മുതൽ നാളിതുവരെ ഓരോ അസംബ്ലി മണ്ഡലവും ആരെയൊക്കെ നെഞ്ചോട് ചേർത്തു, ആരെയൊക്കെ മാറ്റി നിർത്തിയെന്നറിയാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ? 50 ആണ്ടിലേറെ KM മാണി എന്ന രാഷ്ട്രീയ ചാണക്യനൊപ്പം നിന്ന പാലാ മണ്ഡലം 53 കൊല്ലങ്ങൾക്ക് ശേഷം അതേ കേരള കോൺഗ്രസിനെ പടിക്ക് പുറത്താക്കിയതും കേരളം കണ്ടു. മാണി സാറിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും 2021 അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണി മത്സരിച്ച പൊതുതെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിലെ ജനം 2 ചിഹ്നം വേണ്ടെന്ന് വെച്ചതും ഉദാഹരണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM മുന്നണി ഭരണത്തിന് പൂർണ്ണ വിരാമമിട്ട് BJP സഖ്യം ഭരണം പിടിച്ചതും രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ജനത്തിന് പണ്ടത്തെ പോലെ രാഷ്ട്രീയ മുന്നണികളോട് പ്രത്യേകം താല്പര്യമൊന്നും ഇല്ലെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ രാഷ്ട്രീയ മാറ്റങ്ങളും വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോർക്കളത്തിൽ ആരൊക്കെ വീഴും, ആരൊക്കെ വാഴുമെന്ന് മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യം. ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയും ജനഹിതം മനസ്സിലാക്കിയും A2Z ന്യൂസ് മലയാളം തയ്യാറാക്കുന്ന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഈ വനമേഖലക്ക് അൻവറിന് ആവശ്യം എന്ന് പറയാൻ വികസനം എന്നുള്ള കണ്ടിട്ടില്ല ഇവിടെ. ആര്യാടെ ചൗക്കത്തും തമ്മിലാണ് യഥാർത്ഥ മത്സരം. അതെ, അതത്രേ ഉള്ളൂ. കാരണം ഈ LDF വരണം എല്ലാവർക്കും മടുത്തുക. കുറെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടാൻ സാധ്യതയുള്ള വോട്ടിംഗ് ശതമാനവും കൃത്യതയോടെ മുൻകൂട്ടി പ്രവചിച്ച A2Z ന്യൂസ് മലയാളം 24 ചാനൽ അന്ന് മുതൽ പുലർത്തി വരുന്ന സത്യസന്ധതയും സുതാര്യതയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലിക്കുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുന്നു. സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടുള്ള ഈ ചാനലിന് നിങ്ങളുടെ സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോർക്കളം ആർക്കൊപ്പം എന്ന ജനഹിത സർവേ ഇതാ നിങ്ങളിലേക്ക് എത്തുന്നു. മുടങ്ങാതെ നിങ്ങൾ കാണുമെന്ന വിശ്വാസത്തോടെ ഈ A2Z ന്യൂസ് മലയാളം 24.